കേരളത്തിൽ ചൂട് എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് തുടങ്ങിയിട്ടുണ്ട്. സോ പുതിയ ഫാനും മേസയൊക്കെ തന്നെ നമ്മൾ ഇപ്പോഴാണ് മേടിക്കാനായിട്ട് അങ്ങോട്ട് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും നിങ്ങളൊരു BLDC സീലിംഗ് ഫാൻ മേടിക്കാനായിട്ട് ആലോചിക്കുവാണെങ്കിൽ ഇനി അതല്ല കുറച്ച് റിസർച്ച് ഒക്കെ നടത്തിയിട്ട് ഒരു ലിസ്റ്റ് ഔട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ആറ്റംബർഗ് അമേസ, ലൂക്കർ നാനോ എക്സൽ, ക്രോംപ്ടൺ കുക്കി ഈ 3 BLDC സീലിംഗ് ഫാനുകളിൽ ഏത് മേടിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. 3 അത്യാവശ്യം നല്ല ബ്രാൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. കൂടാതെ 2500-3000 രൂപയ്ക്കുള്ളിൽ ഇതൊക്കെ മേടിക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും കൺഫ്യൂഷൻ ഉണ്ടാവും. എന്തായാലും ഞാനിവിടെ കുറച്ച് പോയിന്റ്സുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് പവർ കൺസംപ്ഷൻ, കൂളിംഗ് പെർഫോമൻസ്, നോയ്സ് ലെവൽ, ബിൽഡ് ക്വാളിറ്റി, കൺട്രോൾസ് ആൻഡ് ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ റിയൽ വേൾഡ് യൂസേജ് എക്സ്പീരിയൻസ്. സോ ഈ ഒരു പോയിന്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ 3 പ്രോഡക്റ്റുകളുടെയും ഒരു കമ്പാരിസൺ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഫാൻ ഏതാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള കമ്പാരിസൺ വീഡിയോസിനും ഓഫർ അപ്ഡേറ്റ്സിനും ടെക് അപ്ഡേറ്റ്സിനും ഗാഡ്ജറ്റ്സ് അൺബോക്സിനും ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ഈ BLDC ഫാനുകൾ യഥാർത്ഥത്തിൽ ഇലക്ട്രിസിറ്റി സേവ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് ഉറപ്പായിട്ടും വീഡിയോയുടെ കമന്റ് ആയിട്ടിരുന്നേ. അപ്പോൾ ആദ്യം നമ്മുടെ BLDC ഫാനും നോർമൽ ഫാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് BLDC ഫാൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ലോവർ പവർ കൺസപ്ഷനും നല്ല സ്മൂത്തർ ആയിട്ടുള്ള മോട്ടോർ ഓപ്പറേഷനും കൂടാതെ ക്വയറ്റ് പെർഫോമൻസ് ആണ് നൽകുന്നത്. പക്ഷേ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിയാലിറ്റി ചെക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ പഴയ ഓൾഡ് ഫാനുകളുണ്ടല്ലോ 75-80 വാട്ട്സിൻ്റെ ഒക്കെ ഫാൻ വെച്ച് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ചെറിയൊരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും. എന്നാൽ ഇപ്പോൾ വരുന്ന ഇൻഡക്ഷൻ ഫാനുമായിട്ട് അതായത് അതിപ്പോൾ ഒരു 50-55 വാട്ട്സിൻ്റെ ഒക്കെ ഫാനുകളുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി സേവ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് വലിയ ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഇത് എപ്പോഴാണ് നല്ല രീതിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെച്ചാൽ ഏറ്റവും കൂടുതലായിട്ട് BLDC ഫാനുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ 5 ഫാൻ ഉണ്ടെങ്കിൽ അതിൽ 1 BLDCയും മറ്റ് 4 നോർമൽ ഫാൻ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഒരു ഇലക്ട്രിസിറ്റി സേവ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് BLDC ഫാൻ എല്ലാ റൂമിലും ഉപയോഗിക്കുന്നെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഡിഫറൻസ് മനസ്സിലാകും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു മണിക്കൂറുകൾക്കും ഡിപ്പെൻസ് ആയിരിക്കും നമ്മുടെ ആ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് സേവ് ആവുന്നത്. ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 75 വാട്ട്സിന്റെ പഴയ ഫാൻ ഡെയിലി നമ്മളൊരു 10 മണിക്കൂർ ഉപയോഗിക്കുന്നു വെച്ചോളൂ. എന്നാൽ അത് മാറ്റിയിട്ട് നമ്മുടെ 28 വാട്ട്സിന്റെ BLDC ഫാനിലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു വർഷത്തിൽ ആ ഒരു ഫാനിൽ നിന്ന് തന്നെ 1000-1500 രൂപ ഡിഫറൻസ്, അതായത് ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് കേരളത്തിന്റെ താരിഫിൽ പല രീതിയിലാണ്. സോ അത് ഒന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മൾ എപ്പോഴും ഒരു ഫാൻ മേടിക്കുമ്പോഴത്തേക്ക് പലരും ഇഗ്നോർ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ഫാനിന്റെ സീപ്പ് സൈസ്. അതായത് നോർമലി നമുക്ക് കാണാൻ സാധിക്കുന്നത് 1200 mm സീപ്പ് സൈസ് ആണ്. അത് ആക്ച്വലി ഒരു ബെഡ്റൂമിനും അതുപോലെ തന്നെ ചെറിയൊരു ഹോളിനും സ്യൂട്ടബിൾ ആയിരിക്കും. എന്നാൽ അത്യാവശ്യം വലിയൊരു ഹോൾ ആണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ 1400 mm സീപ്പ് സൈസ് ആണ് യൂസ് ചെയ്യേണ്ടത്. എന്നാൽ പല സമയത്തും നമുക്കൊരു 1400 സീപ്പ് സൈസിനെക്കാളും കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നത് 1200 mm 2 ഫാനുകൾ യൂസ് ചെയ്യുമ്പോഴാണ്. കൂടാതെ ചെറിയ അടുക്കളയിലൊക്കെ ഇടാനാണെങ്കിൽ 900 mm സീപ്പ് സൈസ് ഉള്ള ഫാൻ ആയിരിക്കും ഏറ്റവും നല്ലത്. എന്തായാലും ഇനി പുതിയ ഫാൻ മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് ഒരു ഫാൻ സൈസ് നോക്കാനായിട്ട് മറക്കണ്ട. ഇനി മറ്റൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൂളിംഗ് പെർഫോമൻസ്. അതായത് നമ്മളൊരു ഫാൻ മേടിക്കുന്നത് തന്നെ ആ ഒരു ചൂടില്ലാണ്ടാക്കാനാണല്ലോ. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു ചൂടില്ലാണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ എത്രയും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് തരുന്ന ഫാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ സാധിക്കുക? 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് എയർ ഡെലിവറി, 2 RPM. എയർ ഡെലിവറി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുമാത്രം എയർ ആ ഒരു ഫാൻ പുഷ് ചെയ്യുന്നു, കൂടാതെ RPM എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുമാത്രം സ്പീഡിൽ ഈ ഒരു ഫാൻ കറങ്ങുന്നു. നമ്മൾ എപ്പോഴും തെറ്റായിട്ട് എടുക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഏറ്റവും കൂടുതൽ സ്പീഡായിട്ട് കറങ്ങുമ്പോഴാണ് നമുക്ക് നല്ല രീതിക്ക് കാറ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ അല്ല. ബെസ്റ്റ് ഫാൻസിന് എപ്പോഴും എയർ ഡെലിവറി കൂടുതലും RPM കുറവാണെങ്കിൽ പോലും അടിപൊളി പെർഫോമൻസ് ആയിരിക്കും അവിടെ കിട്ടുക. നമ്മുടെ ഈ 3 ഫാനുകളിലേക്ക് വരുവാണെങ്കിൽ ആറ്റംബർഗ് 230 cm എയർ ഡെലിവറിയും 365 RPM ആണ് അതിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. എന്നാൽ ലൂക്കറിലേക്ക് വരുവാണെങ്കിൽ 215 cm 370 RPM ആണ്. ഇനി ക്രോംപ്ടണിലേക്ക് വരുവാണെങ്കിൽ 220 cm 340 RPM ആണ്. ഈ ഒരു കമ്പാരിസണിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും നല്ല കൂളിംഗ് പെർഫോമൻസ് ആറ്റംബർഗിന്റെ അമേസ് തന്നെയാണ്. രണ്ടാമത് ക്രോംപ്ടണും മൂന്നാമത് ലൂക്കറുമാണ്. നമുക്ക് ഈ ഫാനുകളുടെ ഒക്കെ തന്നെ ആ ഒരു കൂളിംഗ് പെർഫോമൻസ് പ്രാക്ടിക്കലി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് എയർ റീച്ച് ടെസ്റ്റ്. ബെഡ് കോർണറുകളിലും അതുപോലെ തന്നെ ഡോറിന്റെ സൈഡിലും ചെല്ലുമ്പോഴത്തേക്ക് ഈ ഒരു കാറ്റ് അവിടെ എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. രണ്ടാമത് കൂളിംഗ് റിക്കവറി ടെസ്റ്റ്. അതായത് അത്യാവശ്യം നല്ല ചൂടത്തുനിന്ന് അകത്ത് വരുമ്പോഴത്തേക്ക് എന്തുമാത്രം പെട്ടെന്ന് ആ ഒരു ഫാൻ നമ്മുടെ റൂം കൂൾ ആക്കുന്നു അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട് ലെവലിലേക്ക് എത്തിക്കുന്നു എന്ന് ചെക്ക് ചെയ്യുക.
കൂടാതെ ബ്ലാങ്കറ്റ് കംഫർട്ട് ടെസ്റ്റ്. ഇത് നമ്മുടെ കേരളത്തിന്റെ ക്ലൈമറ്റിൽ വളരെ പ്രസക്തമാണ്. അതായത് ഒരു തിന്നായിട്ടുള്ള ബ്ലാങ്കറ്റ് നമ്മൾ മൂടി പുതച്ച് കിടന്നു കഴിഞ്ഞാൽ എത്രമാത്രം പെട്ടെന്ന് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യുക. ഇനി നോയ്സ് പെർഫോമൻസിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ BLDC ഫാനുകളുടെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് മോട്ടറിന്റെ നോയ്സ് റെഡ്യൂസ് ചെയ്തേക്കുന്നത്. എന്നാൽ സൗണ്ട് ഉണ്ടെന്ന് വെച്ചാൽ എന്താ പറയുക, എയർ ഫ്ലോയുടെ സൗണ്ട് ഉണ്ടാവും, പക്ഷേ ഒരു ഹമ്മിങ് സൗണ്ട്, ആ മോട്ടറിന്റെ ഒരു ഹമ്മിങ് സൗണ്ട് ഉണ്ടല്ലോ, അത് ഇവിടെ കുറവായിരിക്കും. നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് 2 അല്ലെങ്കിൽ 3 ഇടുമ്പോഴത്തേക്ക് ആ ഒരു നോയ്സിന്റെ ലെവൽ എത്രയാണ്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടോ. ഇനി അതല്ല ബൂസ്റ്റ് മോഡിൽ ഇടുമ്പോഴത്തേക്ക് ആ ഒരു നോയ്സിന്റെ ലെവൽ എന്തുമാത്രം കൂടുതലാണെന്നുള്ളതാണ്. എന്തായാലും ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഓഫീസിൽ വെച്ചിട്ടാണ്. ഇവിടെ ആറ്റംബർഗിന്റെ അമേസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 3 ഇതേ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഒരു നോയ്സ്, എയർ ഫ്ലോയുടെ നോയ്സ് അല്ലാണ്ട് വേറെ ഒന്നും തന്നെ അവിടെ നിന്ന് കിട്ടുന്നില്ല. മറ്റുള്ള 2 ഫാനുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ആറ്റംബർഗ് ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ആ ഒരു നോയ്സ് ഡിറ്റക്ഷൻ കേട്ടോ. കാരണം ലൂക്കറാണ് എന്റെ ബെഡ്റൂമിൽ കിടക്കുന്നത്. 3 ഇടുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് സൗണ്ട്, ഇതിനേക്കാളും സൗണ്ട് എന്തായാലും അവിടെ ഉണ്ട് കേട്ടോ. സോ ഉറപ്പായിട്ടും ആ ഒരു നോയ്സ് പെർഫോമൻസിൽ അമേസാനാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ ഈ BLDC ഫാനുകളുടെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കൺട്രോൾസ് ആൻഡ് ഡെയിലി കൺവീനിയൻസ് ആണ്. ഞാൻ ഓൾറെഡി ആറ്റംബർഗ് സ്റ്റുഡിയോ പ്ലസിന്റെ ആ ഒരു വർഷത്തെ യൂസർ എക്സ്പീരിയൻസിൽ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇതുപോലത്തെ ഒരു റിമോട്ടാണ്. സോ നമ്മൾ ബെഡിൽ പോയി കിടന്നതിന് ശേഷം ഇപ്പോൾ ലെവൽ കൂട്ടണോ കുറയ്ക്കണോ, ഇനി അതല്ല ടൈമർ ഓൺ ആക്കണോ, LED ഓൺ ആക്കണോ, സ്ലീപ്പ് മോഡ് ഇടണോ, എല്ലാം തന്നെ നമുക്ക് ആ ഒരു റിമോട്ടിലൂടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ മറ്റുള്ള ഇപ്പോൾ ക്രോംപ്ടണിലും ലൂക്കറിലും കിട്ടുന്ന റിമോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഫാനിന് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഒരു IR റിമോട്ടാണ്. സോ നിങ്ങൾക്ക് ഈ റിമോട്ട് വെച്ച് തന്നെ മറ്റുള്ള ആറ്റംബർഗ് ഫാനുകളും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ ആ ഒരു ഡെയിലി കൺവീനിയൻസിന്റെ കാര്യത്തിൽ ഉറപ്പായിട്ടും നമ്മുടെ ആറ്റംബർഗിന്റെ റിമോട്ടുകളാണ് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ട് നല്ലത്. ഇനി ബിൽഡ് ക്വാളിറ്റി ആൻഡ് ബ്ലേഡ്സിലേക്ക് ആണെങ്കിൽ കൂടുതൽ ഫാനുകളും ഈ അലുമിനിയം ബ്ലേഡുകളും അതുപോലെ തന്നെ ABS പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. അലുമിനിയം ബ്ലേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല സ്ട്രോങ്ങും ഡ്യൂറബിളും ആണ്. കൂടാതെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള എയർ ഫ്ലോയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ABS ബ്ലേഡ്സിലേക്ക് ആണെങ്കിൽ കുറച്ച് ക്വയറ്റർ ആണ്, അതുപോലെ തന്നെ റസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. നമ്മുടെ കേരളത്തിന്റെ കടൽത്തീരത്തിനടുത്തുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ ഇതായിരിക്കും ഏറ്റവും നല്ലത്. പെട്ടെന്ന് തുരുമ്പിക്കാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. പിന്നെ എല്ലാ ഫാനുകളും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിഡസ്റ്റ് കോട്ടിംഗ് ആണ്, പൊടി പിടിക്കില്ല എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ അതൊക്കെ വെറുതെ പറയുന്നതാണ്. നമ്മൾ ഉറപ്പായിട്ടും ഇടയ്ക്കിടയ്ക്കൊക്കെ തുടച്ചു കൊടുത്തില്ലെങ്കിൽ പൊടിയൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ പിടിക്കും. സോ ഇടയ്ക്കിടയ്ക്ക് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഫാൻ പുതിയതുപോലെ തന്നെ ഇരിക്കും. പിന്നെ BLDC ഫാനുകളൊക്കെ തന്നെ വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പഴയ ഫാൻ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു റെഗുലേറ്റർ ഉണ്ടായിരിക്കും, അത് ബൈപ്പാസ് ചെയ്യണം. കാരണം BLDC ഫാനുകളെല്ലാം തന്നെ ഇതുപോലൊരു റിമോട്ട് യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ അത് ബൈപ്പാസ് ചെയ്തില്ലെങ്കിൽ ആ ഒരു കറക്റ്റ് പെർഫോമൻസ് ഇവിടെ കിട്ടത്തില്ല. നമ്മുടെ ആറ്റംബർഗിന്റെ സ്റ്റുഡിയോ പ്ലസ് ഞാൻ ആദ്യം ചെയ്തപ്പോഴത്തേക്ക് ബൈപ്പാസ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പെർഫോമൻസ് കറക്റ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. എന്നാലൊരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് അത് ചെയ്തപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എന്താ പറയുക ആ ഒരു പെർഫോമൻസ് എനിക്ക് മനസ്സിലായി. എന്തായാലും ഒരു 20-30 മിനിറ്റിനകത്ത് ഉറപ്പായിട്ടും ഇൻസ്റ്റാളേഷൻ എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. ഒരു അത്യാവശ്യം ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന ഒരാളാണെങ്കിൽ. നമ്മൾ ഇന്ത്യയിൽ എവിടെ നോക്കിയാലും ഈ ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടല്ലോ, അത് എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആറ്റംബർഗ് ഫാനുകൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഓഫർ ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് അപ് ടു 10 kV സർജ് പ്രൊട്ടക്ഷൻ, 350 watts വോൾട്ടേജ് പ്രൊട്ടക്ഷൻ. മറ്റ് പല ഫാനുകളും 2 to 4 kV പ്രൊട്ടക്ഷൻ മാത്രം പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ ആറ്റംബർഗിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതൊരു റിലയബിലിറ്റി അഡ്വാൻറ്റേജ് തന്നെയാണ്. കൂടാതെ ആറ്റംബർഗിന്റെ പല മോഡൽസുകൾക്കും 5 വർഷം വരെയാണ് വാറന്റി ഉള്ളത്. അതുപോലെ തന്നെ സർവീസ് ഒക്കെ നമുക്ക് കസ്റ്റമർ സപ്പോർട്ട് വഴിയും അതുപോലെ തന്നെ സർവീസ് റിക്വസ്റ്റ് കോൾ വഴിയൊക്കെ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇത്രയും പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ 3 ഫാനുകളും, അതായത് ആറ്റംബർഗ് അമേസ, ലൂക്കർ നാനോ എക്സൽ, ക്രോംപ്ടൺ കുക്കി, ഈ 3 BLDC സീലിംഗ് ഫാനുകളും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു സ്ട്രോങ് എയർ ഫ്ലോ ആണ് വേണ്ടെങ്കിൽ, ഇനി അതല്ല സ്മൂത്തർ ആൻഡ് ക്വയറ്റർ ഓപ്പറേഷൻ ആണ് വേണ്ടതെങ്കിൽ, ബെറ്റർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ആണ് വേണ്ടതെങ്കിൽ, കൂടാതെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ റിമോട്ട് സിസ്റ്റം ഒക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും ആറ്റംബർഗ് അമേസ തന്നെയാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ 3 ഫാനുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. എന്നാൽ ലൂക്കർ നാനോ എക്സലും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നിങ്ങളുടെ ബജറ്റ് ഒരു 2000-2100 രൂപ ആണെങ്കിൽ. കൂടാതെ ക്രോംപ്ടൺ ആണെങ്കിലും നല്ലൊരു ഡീലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡും ഒക്കെയാണ്. പക്ഷേ കുറച്ച് വില അങ്ങോട്ട് കൂടുതലാണ്, 2800-2900 രൂപയൊക്കെയാണ് അതിന്റെ വില എന്ന് പറയുന്നത്. സോ ഉറപ്പായിട്ടും ഓവറോൾ പെർഫോമൻസും എല്ലാ കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ആറ്റംബർഗ് അമേസ തന്നെയായിരിക്കും ഞാൻ ആദ്യം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ആറ്റംബർഗ് അമേസ വേണോ, ലൂക്കർ നാനോ എക്സൽ വേണോ, ക്രോംപ്ടൺ കുക്കി വേണോ, ഈ 3 BLDC ഫാനുകളിൽ ഏത് മേടിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങോട്ട് മാറി കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കുറച്ചുകൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. എനിക്കറിയാമെങ്കിൽ ഉറപ്പായിട്ടും, അല്ലെങ്കിൽ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനത് അങ്ങോട്ട് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ട് അറിയിക്കുക, അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.